നമ്മൾ ചെന്നൈ മെറീന ബീച്ചിലാണുള്ളത്. ഇവിടെ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്തൊക്കെ എന്തൊക്കെ കാണാണ്ട് എന്നുള്ളത്. രാത്രി ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ. മാലിക്കിനെ ആ ഭാഗത്തായിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തത്തിൽ കടകളാണ് കേട്ടോ. ഈ കടകൾ അപ്പുറത്തായിട്ടാണ് കടൽ വരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ജനങ്ങൾ വന്ന് പോണ ഒരു ഏരിയയാണ്. അങ്ങനെ ഫ്രീ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിന് ഫീ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ വെള്ളം അടിച്ചിരിക്കണമെന്ന് ചെക്കിങ് മാത്രമേ ഉള്ളൂ ഡ്രൈവർ. ഈ ഒരു ഏരിയയിൽ കുളിക്കാനും പിടിക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് നൈറ്റ് വിഷ്വൽ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെയൊക്കെ വന്നിട്ട് കടകളൊക്കെ ഫുൾ സജീവമാണ് കേട്ടോ. ഇതുപോലത്തെ ഉരുളക്കല്ലുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പാസ് ചെയ്യാതിരിക്കാനാണ്, മറ്റുള്ള വണ്ടികൾ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാതിരിക്കാനാണ്. കടകളൊക്കെ നല്ല സജീവമാണ് കേട്ടോ മൊത്തത്തിൽ. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കണ്ണാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇങ്കൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ആ ഏരിയക്കൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കടകൾ മൊത്തത്തിൽ സജീവമാണ്. എത്രത്തോളം കടകൾ ഉണ്ടാകുമ്പോൾ എത്രത്തോളം ആളുകൾ ഇവിടെ വന്നു പോകേണ്ടതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു പ്രത്യേക തരം നുറുക്കാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ടാറ്റു അടിക്കുന്ന ഒരു സെൻ്ററാണ് കേട്ടോ. ഇതുപോലത്തെ രൂപം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ പല കച്ചവടങ്ങളും സജീവമാണ്. ഒരു സ്തൂപത്തിൻ്റെ ഫ്രണ്ടേജ് വരുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇവിടെ ഇതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്ത് കിടക്കാനുള്ളൊരു എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോഡിൻ്റെ താഴത്ത് കൂടിയാണ് പാസ് ചെയ്യുക. അറ്റ്ലാസ്റ്റ് നമ്മൾ ഈ ഒരു കവാടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വിശാലമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതുപോലെ കേട്ടോ നൈറ്റിൽ ഇവിടുത്തെ ഒരു ഔട്ടർ ലുക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ജയലളിതൻ്റെ ഒരു സ്തൂപം കാണുന്നുണ്ട്. അതുപോലെ MGRൻ്റെ ഒരു സ്തൂപം കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ പോകുന്ന ഏരിയ ഇതുപോലെയാണ്. ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാ ആ സൈഡിലുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇവിടെ വന്ന് പോകുന്നതൊക്കെ. അതായത് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഫുൾ ആളാണെന്നുള്ളതാണ് കേട്ടോ ഇവിടെ ഒന്ന് കിട്ടിയ വിവരം കാര്യങ്ങളൊക്കെ. ലോങ്ങിൽ നിന്ന് കാണുന്ന ഒരു നിർമ്മിതിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം മാർബിളിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് MGRനെ അടക്കം ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണാം. അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. MGRനെ അടക്കം ചെയ്ത ഈ ഒരു ഏരിയ ഇതുപോലത്തെ സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ MGR ജീവിച്ചിരുന്ന കാലഘട്ടം കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1917 മുതൽ 1987 വരെയാണ് MGR ജീവിച്ചിരുന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് ഇങ്ങനെയാണ്. ജയലളിതനെ അടക്കം ചെയ്ത സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് രാത്രിയില്ലേ ഇതങ്ങനെ കേട്ടോ. ജയലളിതൻ്റെ ഈ ഒരു കല്ലറുള്ള സ്ഥലത്തേക്ക് കടക്കുമ്പോൾ ഇതുപോലത്തെ ഒരു എൻ്റർപ്രൈസ് ആട്ടെ. രണ്ട് പാർട്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിമെൻറ്റിലാണ് നിർമ്മിതി കാര്യങ്ങളൊക്കെ. മേൽഭാഗം ഇതുപോലെ ഉണ്ടാ. കാര്യങ്ങളൊക്കെ തമിഴിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ചോദിക്കുക ചെയ്തത്. ജയലളിത ജീവിച്ചിരുന്ന ഈ ഒരു കാലഘട്ടം കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1948 മുതൽ 2016 വരെയാണ്. അപ്പോൾ ജയലളിതൻ്റെ കല്ലറയിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. കാണുന്ന വ്യക്തിയാണ് കേട്ടോ ജയലളിത. വരുമ്പോൾ നമ്മൾ നേരെ കവാടത്തിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു എൻ്റർഫേസ് ഇങ്ങനെയാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ സ്ട്രെച്ചിങ് വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നേരെ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാ. ആളുകളിതാ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഏരിയ കൂടെ നമ്മൾ റിട്ടേൺ പോകേണ്ടത്. ഇത് നമ്മൾ ആദ്യമായിട്ടുള്ള നൈറ്റ് വിഷ്വലാണ് കേട്ടോ. അതായത് ചെന്നൈയിലായതുകൊണ്ട് ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. നാളെ നമ്മൾ ഇതിൻ്റെ ഡേ വിഷ്വൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ MGR പിന്നെ ജയലളിത ഈ ഒരു ഏരിയക്ക് 8 മണി വരെ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണ്. നമ്മൾ ഇറങ്ങിയിട്ടുള്ള ബീച്ച് സൈഡൊക്കെയാണ് കേട്ടോ. ഇവിടെയും കൂടെ ഒന്ന് നമുക്ക് നൈറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള എക്സ്പ്ലോർ ചെയ്യാം. ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊരു സംഭവം കണ്ടിട്ടോ. ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഏരിയ. നമുക്ക് ആരെ കൂടെ വേണമെങ്കിലും നിന്നിട്ട് ഫോട്ടോ എടുക്കാന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള നടന്മാരെ രൂപങ്ങൾ കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അതാട്ടോ പലതരത്തിലുള്ള തൊട്ടിലുകൾ തിരിച്ചാട്ടിയിട്ട് കുട്ടികളൊക്കെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആക്കുന്ന രീതിയാണ്. തൊട്ടിലുണ്ട്, കുതിരകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ, മിക്സായിട്ട്. വേറൊരു സാധനം കേട്ടോ, നമ്മളിൽ ചെന്നൈ മെറീന ബീച്ചിലാണ് കേട്ടോ. മെറീന ബീച്ചിൽ രാത്രികത്തെ കാഴ്ചകളാട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അതിശയം തോന്നുന്നുണ്ട്, ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് തോന്നുന്നുണ്ട് കേട്ടോ. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് ഇവിടെ സർക്കാരിന് കേട്ടോ, സർക്കാർ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് മീനുകൾ വിൽക്കുന്ന ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അതിനപ്പുറത്ത് കടലാണ് കേട്ടോ. ആ ഒരു ഷോപ്പിൻ്റെ ഒക്കെ അപ്പുറത്ത് ആളുകൾ നിൽക്കുന്ന അപ്പുറത്ത് കടലാണ്. തരം ചിപ്സുകൾ വിൽക്കുന്ന ഷോപ്പാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തുറന്ന് വിൽക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം. ഇങ്ങനെ നീണ്ടുള്ള ഐറ്റാണ് കേട്ടോ. വാഴക്ക ചിപ്സാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ആർമാദിക്കുന്നുണ്ട്. എടുത്ത് പറയേണ്ടത് അവിടെ ഫുള്ള് കളറാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകളാണ്, പക്ഷെ ഒന്നിച്ചിങ്ങോട്ട് പ്രകാശിച്ച പോലെ ഉണ്ട്. ഇത് ഏറ്റവും വലിയ വൈബാണ് കേട്ടോ പോണത്. വിമാനം ഇങ്ങനെ പറക്കണ കാണാം. എൻ്റെ ബാക്കിൽ കാണുന്ന കടണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. പരിചയപ്പെട്ടാലോ? ഈ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ആയിട്ടാട്ടോ ഈ കട ഉള്ളത്. സീ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് എന്നിട്ടാ പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതുപോലെ മീൻ ലൈവായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ദോശ, മെയിനായിട്ട് മീനിൻ്റെ സംഭവങ്ങളാട്ടോ. ഈ ഏരിയയിൽ ചോറ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കരുത്. അതാണ് കേട്ടോ നമ്മൾ ഈ യാത്രയിലുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ട്.